إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. بسم الله الرحمن الرحيم. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവിൻ്റെ വിധിവിലക്കുകളെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും നമ്മളാൽ കഴിയും വിധം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല വീടും ഇണങ്ങുന്ന ഒരു കുടുംബവും ഉണ്ടായിരിക്കുക എന്നത് ഏതൊരു മനുഷ്യൻ്റെയും ആഗ്രഹമാണ്, ആവശ്യവുമാണ്. ഒരു വീട് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ വീട്ടിൽ എത്ര സൗകര്യങ്ങൾ ഒരുക്കിയാലും മതിയാവാത്തവരാണ് നമ്മൾ. വീടുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ പല പ്ലാനുകളും
നോക്കി അതിൻ്റെ നിലവാരവും ഭംഗിയും സൗകര്യവുമൊക്കെ നമ്മുടെ മനസ്സിന് പിടിച്ചെങ്കിൽ മാത്രമാണ് നമ്മൾ ആ വീട് ഉണ്ടാക്കാൻ ശ്രമിക്കാറുള്ളത്. മസ്കൻ എന്നാണ് സാധാരണയായി അറബിയിൽ വീടിന് പേര് പറയാറുള്ളത്. വേറെ പേരുകളുണ്ട്. വിശുദ്ധ ഖുർആൻ പോലും പ്രയോഗിച്ച ഒരു പേരിൽപ്പെട്ട ഒന്നാണ് മസ്കൻ എന്നുള്ളത്. ദാറ് എന്നും ബൈത്ത് എന്നുമൊക്കെ വീടിന് നമ്മൾ പറയാറുണ്ട്. എന്താണ് മസ്കൻ എന്ന വാക്കിന്റെ അർത്ഥം? സമാധാനം ലഭിക്കുന്ന കേന്ദ്രം. അതാണ് നമ്മുടെ വീട്. നമ്മുടെ ചുറ്റുപാടുകൾ, ജോലി സ്ഥലങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കാറുണ്ട്. അതിൻ്റെ ടെൻഷൻ, ബിസിനസിൻ്റെ വളർച്ചയും തളർച്ചയും, അതിലൂടെ ഒരുപാട് പ്രയാസങ്ങൾ നമുക്കുണ്ടാവാറുണ്ട്. ദൈനംദിന ജീവിതത്തിൽ ആളുകളുമായി ഇടപഴകുമ്പോൾ ആളുകളിൽ നിന്നുള്ള കയ്പ് അനുഭവങ്ങൾ നമ്മുടെ മനസ്സുകളെ അസ്വസ്ഥമാക്കാറുണ്ട്. ഇതിനൊക്കെ ഒരു പരിഹാരമായി കൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു ചെന്ന് എല്ലാ ടെൻഷനുകളും ഇറക്കി വെക്കാനുള്ള ഒരു കേന്ദ്രമായി നമ്മുടെ വീടുകൾ ഉണ്ടാകുമ്പോൾ ആ വീട്ടിൽ ചെന്ന് ഒരല്പം നടുനിവർത്തി കിടന്നാൽ ഒരു വല്ലാത്ത ആശ്വാസമാണ്. ഭാര്യയോടും മക്കളോടുമൊക്കെ നമ്മൾ പറയാറുണ്ട്, ഞാൻ ഒരു 10 മിനിറ്റ് ഒന്ന് വിശ്രമിക്കട്ടെ, മനസ്സിനൊരു സമാധാനം ഉണ്ടാവട്ടെ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. മാനുഷികമായ ഒരു വാക്കാണത്. അതാണ് മസ്കൻ. നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നുള്ള സകലമാന ടെൻഷനുകളും അവസാനിപ്പിക്കാൻ, ശാന്തി ലഭിക്കാൻ, മനസ്സിനൊരു ഫ്രീഡം ഉണ്ടാവാൻ ഉള്ള കേന്ദ്രമാണ് നമ്മുടെ വീട്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, സ്വസ്ഥമായി ഒന്ന് ഉറങ്ങണമെങ്കിൽ നമ്മുടെ വീട്ടിൽ വരണം. പല സ്ഥലങ്ങളിലൂടെയും ചുറ്റിക്കറങ്ങി മറ്റുള്ള സ്ഥലങ്ങളിലൊന്ന് അന്തി ഉറങ്ങേണ്ടുന്ന സാഹചര്യം വന്നാലും ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കാറുണ്ട് നമ്മൾ പല ആളുകളും. എത്രയെന്ന് വെച്ചാൽ ഭാര്യ വീട്ടിൽ പോയാൽ പോലും പെട്ടെന്നൊന്നും കിടന്നാ ഉറങ്ങൂല. എന്നാൽ സ്വന്തം വീട്ടില് ഒരു ബെഞ്ചുണ്ട്, ആ ബെഞ്ചുമേലെ നമ്മൾ പതിവായി കിടന്നുറങ്ങുന്നത് എങ്കിൽ അവിടെ കിടന്നാൽ അതൊരാശ്വാസമാണ്. ഇത്ര സുഖകരമായി ഉറങ്ങാൻ പറ്റുന്ന, മനസ്സിന് ആശ്വാസം ലഭിക്കുന്ന തരത്തിൽ നമുക്ക് കിടന്നുറങ്ങുമെങ്കിൽ നമ്മുടെ സ്വന്തം വീട്ടിൽ തന്നെ വരണം. അതൊരു പച്ചയായ സത്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട് എന്നും ഒരു ശാന്തി ഭവനം ആയിരിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കാറുള്ളത്. സക്കന് എന്നുള്ള ആ ഒരു പദം അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു സന്ദർഭത്തിൽ പ്രയോഗിച്ചിട്ടുള്ളത് ഇണകളെ സംബന്ധിച്ചാണ്. ഞാൻ ആമുഖമായി നിങ്ങളെ ഓതി കേൾപ്പിച്ച വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ഒരു വചനം, വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. ഈ ലോകത്ത് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവ സമൂഹത്തിന് വേണ്ടി ഇറക്കിയിട്ടുണ്ട്. ആ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒന്നാണ് അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ. ആണിനോടും പെണ്ണിനോടുമാണ് പറയുന്നത്, നിങ്ങളിൽ നിന്നുള്ള ഒരു ഇണയെ, ആണാവാം പെണ്ണാവാം, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഒരു ഇണയെ ഏർപ്പെടുത്തി തന്നു എന്നുള്ളത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടാണ്. വല്ലാത്തൊരു വാക്കാണ്. അല്ലാതെ ഇന്ന് പുതിയ ചില ചിന്താഗതിക്കാരും ചില ആളുകൾ കാട്ടിക്കൂട്ടലുമൊക്കെ ആയിക്കൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പേരെടുക്കാൻ വേണ്ടി നടത്തി വരാറുണ്ട്. പുരുഷനും തമ്മിൽ വിവാഹം കഴിക്കുന്നു, സ്ത്രീയും തമ്മിൽ വിവാഹം കഴിക്കുന്നു, ഞങ്ങളുടെ ലൈഫ് വളരെ ഇഷ്ടമാണ്, സന്തോഷപ്രദമാണ് എന്ന് പറഞ്ഞുകൊണ്ട് യൂട്യൂബ് ചാനലുകളിൽ നിറഞ്ഞാടുന്ന ചില അഭിസാരികമാർ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഈ അടുത്ത് 2-3 കൊല്ലം മുമ്പാണല്ലോ 2 പെൺകുട്ടികൾ
മാതാപിതാക്കളെ ധിക്കരിച്ചുകൊണ്ട് കോളേജിൽ ഒപ്പം പഠിക്കുന്ന 2 പെൺകുട്ടികൾ അവർ തമ്മിൽ വിവാഹിതരായി ഇപ്പോഴും അവർ അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണത്രേ. എന്തിനാണ് ഇസ്ലാം വിവാഹം ഏർപ്പെടുത്തിയിട്ടുള്ളത്? അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുരുഷനെയും സ്ത്രീയെയും സൃഷ്ടിക്കുകയും നിങ്ങളെ തമ്മിൽ ഇണകളാക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞത് ലിതസ്കുനൂ ഇലൈഹ. നേരത്തെ നമ്മൾ വീടിന് പ്രയോഗിച്ച അതേ വാക്ക്, വീടിന് മസ്കൻ, സക്കൻ എന്നൊക്കെ നമ്മൾ പ്രയോഗിച്ചെങ്കിൽ അതേ പ്രയോഗം തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇണകളുടെ വിഷയത്തിലും പറഞ്ഞ ലിതസ്കുനൂ ഇലൈഹ, സമാധാനം കണ്ടെത്താൻ. ഞാൻ ആമുഖമായി പറഞ്ഞു, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തീർക്കാൻ തൻ്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ തൻ്റെ ഭാര്യയോട് എല്ലാം ഒന്ന് പറഞ്ഞ് അവളുടെ കൈകളിൽ നിന്ന് അല്ലെങ്കിൽ അവളുടെ നാവുകളിൽ നിന്ന് ആശ്വാസത്തിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ ഒക്കെ അവസാനിക്കും. ഇവിടെ മനുഷ്യനെന്നുള്ള നിലയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. പുരുഷനെ പോലെ തന്നെ സ്ത്രീകൾക്കും അവർ കൂട്ടുകുടുംബമായി, നമ്മുടെ നാടുകളിൽ പ്രത്യേകിച്ച് കൂട്ടുകുടുംബമായി കഴിഞ്ഞുകൂടുന്ന ആളുകളാണ്. വീടുകളിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. ഇളയച്ചിയും മൂത്തച്ചിയും നാത്തൂന്മാരും അമ്മായിമ്മയും അതുപോലെ തന്നെ മരുമകളും ഒക്കെ അങ്ങനെ കൂട്ടുകുടുംബമായി കഴിഞ്ഞുകൂടുന്നവരാണ് നമ്മൾ. ആ കൂട്ടുകുടുംബത്തിൽ വലിയൊരു ബർക്കത്തുണ്ട് എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ ഇന്നിന്റെ സമൂഹം അണുകുടുംബത്തിലേക്ക് മാറിയിരിക്കുകയാണ്. കുടുംബങ്ങൾ തമ്മിൽ അകലുന്നു. മക്കൾ പ്രാപ്തരായി കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത് മറ്റൊരു വീട് വെച്ച് പോകുമ്പോ പിന്നീട് ഇങ്ങോട്ടുള്ള ബന്ധം അവസാനിപ്പിക്കുന്നു. ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉ റഹ്മിൻ, കുടുംബ ബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നുള്ള അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്ക്, വിശുദ്ധ ഖുർആൻ നമ്മോട് നൽകുന്ന കൽപ്പന കാറ്റിൽ പറത്തിക്കൊണ്ട് സ്വന്തം ഭാര്യ, സ്വന്തം മക്കൾ മാത്രം, വൃദ്ധരായ മാതാപിതാക്കൾ തൊട്ടടുത്ത വീട്ടിലുണ്ടെങ്കിൽ പോലും അവരുടെ കാര്യങ്ങളിൽ ഇടപെടുവാനോ കണ്ടറിയുവാനോ ശ്രമിക്കാത്ത സമ്പന്നരായ പല മക്കളും അവർ വിചാരിക്കുന്നത് എന്താ? അത് അനുജന്റെ വീടാണ്, തറവാട് അവിടെയാണ്, അവൻ നോക്കട്ടെ, അതിനുള്ള ബാധ്യത അവനാണ്. ആരെ പറഞ്ഞത്? ഇസ്ലാം അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടോ? മക്കൾക്ക് മുഴുവനും ഒരേ ഉത്തരവാദിത്വമാണ് മാതാപിതാക്കളുടെ കാര്യത്തിലുള്ളത്. وَقَضَى رَبُّكَ أَلَّا تَعْبُدُوا إِلَّا إِيَّاهُ وَبِالْوَالِدَيْنِ إِحْسَانًا, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നും മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നുമുള്ള റബ്ബിന്റെ കൽപ്പനയുണ്ടല്ലോ, അള്ളാന്റെ വിധിയാണത്. ആ വിധി റബ്ബ് മാറ്റിയിട്ടില്ല. ഓരോ മക്കൾക്കുമുള്ള ഉത്തരവാദിത്വമാണ് തന്റെ മാതാവിനെയും പിതാവിനെയും സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളത്. അല്ലാതെ ഏതെങ്കിലും ഒരു മകന്റെ അടുത്ത് കൊണ്ടുപോയി അവിടെ ആക്കിയിട്ട് ആ വീട്ടിലുള്ള ആളുകൾക്ക് ഒന്ന് അവിടെയുള്ള അവരുടെ ഭാര്യമാർക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് അവരുടെ വീടുകളിലേക്കൊന്ന് പോകാൻ പോലും നിവൃത്തിയില്ലാതെ, ഈ ഉമ്മയെയും ഉപ്പയെയും നോക്കാൻ ആളില്ലാതെ, എങ്ങാനും വല്ല ആവശ്യവും തൊട്ടടുത്ത് താമസിക്കുന്ന ഇക്കാക്കമാരോട് പറഞ്ഞാൽ, അവരുടെ താത്തമാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും എനിക്കത് അത്ര അർജന്റ് ഉണ്ട്, വേറൊരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് മുങ്ങുന്നവരായ ആളുകളെ നിങ്ങൾ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമാണ്, ലംഘനമാണ് ചെയ്യുന്നത്. സാഹചര്യവും സന്ദർഭവും നോക്കിയിട്ട് എല്ലാവരും ഒരേ ഉത്തരവാദിത്വമാണ് മാതാപിതാക്കളുടെ വിഷയത്തിൽ കാണിക്കേണ്ടത്. സമാധാനം എവിടെയാണ് ഉണ്ടാവുക? നമ്മുടെ വീടുകളിൽ പലയിടത്തും കണ്ടുവരുന്ന ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, വീട്ടിൽ സമാധാനം നഷ്ടപ്പെടുന്നു. അള്ളാഹു ഇണകളുടെ കാര്യത്തിൽ പറഞ്ഞതിൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവാൻ വേണ്ടി വീട്ടിലേക്ക് കടന്നു വരുന്ന ഭർത്താവിനോട് ജോലിയുടെ ഭാരവും ടെൻഷനും പേറിക്കൊണ്ട് വീട്ടിലേക്ക് കടന്നു വരുമ്പോ ആ വീട്ടിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും മുഴുവനും തന്റെ ഭർത്താവിന്റെ തലയിലൂടെ കൊണ്ടുപോയി കൊട്ടുന്ന പെണ്ണുങ്ങൾ അവർ മനസ്സിലാക്കിക്കൊള്ളട്ടെ, അവർ സമാധാനമല്ല മറിച്ച് അസമാധാനമാണ് കൊടുക്കുന്നത്, ഒരു ഭൂകമ്പമാണ് ഉണ്ടാക്കുന്നത്. ഒരുപാട് ടെൻഷനുമായി വരുന്ന ഭർത്താവിന്റെ മുമ്പിലേക്ക് ഉമ്മയെയും അല്ലെങ്കിൽ സഹോദരിമാരെയും കുറിച്ച് കുറ്റങ്ങൾ മാത്രം നിരത്തുന്ന ഇണകൾ, അവർ ആശ്വാസമല്ല നൽകുന്നത്. അവർ മനസ്സിലാക്കിക്കൊള്ളട്ടെ, സ്വാഭാവികമായും ഭർത്താവ് പൊട്ടിത്തെറിക്കും ഒന്ന് കടന്നുപോയതിന്റെ മുന്നിൽ നിന്ന്, മനുഷ്യന് മനസ്സമാധാനം നൽകാതിരിക്കാൻ വേണ്ടി. ഈ വാക്ക് നമ്മുടെ സഹോദരിമാർ കേൾക്കുന്നുണ്ടെങ്കിൽ
നമ്മൾ വിതക്കുന്നതാണ് നമ്മൾ കൊയ്തെടുക്കുക എന്നുള്ള പച്ചയായ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. പരസ്പരം ഐക്യമുണ്ടാക്കുന്ന, സമാധാനം ഉണ്ടാക്കുന്ന, ശാന്തി ഉണ്ടാക്കുന്ന വാക്കുകളാണ് ഇണയിൽ നിന്ന് ലഭിക്കേണ്ടത്. നമ്മൾക്കറിയാമല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാമയെ വഹയി നൽകിയ ആദ്യ ദിവസത്തിൽ കണ്ട് പേടിച്ച് വിറച്ച് ഭയന്നുകൊണ്ട് തന്റെ വീട്ടിലേക്ക് കടന്നു വന്നപ്പോ ഖദീജ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വരവേറ്റ രീതി, ആശ്വസിപ്പിച്ചു, പുതച്ചു മൂടിക്കൊടുത്തു, അടുത്തിരുന്ന് സമാധാനപ്പെടുത്തി. അവർ പറഞ്ഞ വാക്കുകൾ അങ്ങയെ അല്ലാഹു ഒരിക്കലും നിന്ദിക്കുകയില്ല, അപമാനിക്കുകയില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗുണഗണങ്ങൾ എടുത്തു പറയുകയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് പറയുകയാണ്. കുടുംബ ബന്ധം ചേർക്കുന്നവനാണ്, സാധുക്കളെ സംരക്ഷിക്കുന്നവനാണ്, പാവങ്ങൾക്ക് ആഹാരം നൽകുന്നവനാണ്. അങ്ങനെ നന്മകളുടെ കൂമ്പാരമായ അങ്ങേക്ക് ഒരു ഉപദ്രവവും അല്ലാഹു വരുത്തുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ഖദീജ റളിയല്ലാഹു അൻഹയെ ഓർത്തുകൊണ്ടിരിക്കാറുണ്ട്. അവിടുന്ന് ഒരു വർഷം കഴിഞ്ഞതിന് ശേഷമാണ് സൗദ റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിക്കുന്നത്. വിവാഹത്തിന്റെ ആലോചനയുമായി ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നപ്പോ, എന്റെ ഖദീജക്ക് പകരം വെക്കാൻ ഈ ലോകത്ത് ഏത് പെണ്ണുണ്ട് എന്ന് ഈ ലോകത്തിനോട്, സകല സഹോദരിമാരോടുമാണ് ചോദിച്ചത്. അത് ഒരു വല്ലാത്ത വാക്കാണ്. നമ്മൾ പഠിച്ചതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിറഞ്ഞു തുളുമ്പുന്ന പ്രായത്തിൽ 25-ാമത്തെ വയസ്സിലാണ് 40-കാരിയായ ഖദീജ റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിക്കുന്നത്. ഇപ്പോഴത്തെ പുതിയ ചില ആധുനിക ആളുകൾ ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് പ്രായം കുറക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്തിനാണ്? ആ കാലത്ത് അതൊരു പ്രശ്നമല്ലായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ വിവാഹം കഴിച്ചത് 18 വയസ്സിലാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളുണ്ട്. എന്തിനാത്? ജനങ്ങൾക്കിടയിൽ കയ്യടി നേടാനോ? എന്നിട്ട് നിങ്ങൾക്ക് എന്താ കിട്ടാനുള്ളത്? അള്ളാഹിന്റെ റസൂൽ ആയിഷ റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിച്ചത് 6 വയസ്സുള്ള സമയത്താണ്. ചരിത്രം പച്ചയായി സാക്ഷ്യപ്പെടുത്തിയതാണത്. ഖദീജ റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിക്കുമ്പോൾ നബിക്ക് ഖദീജക്ക് 40 വയസ്സാണ്. ഇവിടെയാണ് ചരിത്രം നമ്മൾ പഠിക്കേണ്ടത്. ഖദീജ റളിയല്ലാഹു അൻഹ പ്രായമേറെ ഉള്ള ഒരു പെണ്ണായിട്ട് പോലും 6 മക്കളെ റസൂലുള്ളാഹിക്ക് സമ്മാനിച്ചുവെങ്കിൽ പ്രവാചകന്റെ ശാരീരികമായ ആവശ്യങ്ങൾക്ക് എന്നും മുൻഗണന നൽകിയിരുന്നു എന്ന് തന്നെയാണ് അത് പഠിപ്പിക്കുന്നത്. ഇന്ന് നമ്മുടെ സഹോദരിമാർ തങ്ങളുടെ നെഞ്ചിൽ കൈവച്ചുകൊണ്ടൊന്ന് ചിന്തിക്കണം. മക്കളൊരൽപ്പം വലുതായിട്ടുണ്ട്, നിങ്ങളൊന്ന് പോയി പണിയൊക്കെ, അല്ലെങ്കിൽ മിണ്ടാതെ പോ, എനിക്ക് വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താക്കന്മാരുടെ കിടപ്പറ നിഷേധിക്കുന്ന സഹോദരിമാർ എത്രയുണ്ട്? അവർ ലക്ഷ്യം വെക്കുന്നത് അല്ലാഹുവിന്റെ ദീനാണോ, അല്ലാഹുവിന്റെ മഗ്ഫിറത്തും സ്വർഗവുമാണോ? ചിന്തിക്കണം നമ്മള്. അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ പറഞ്ഞൊരു വാക്കുണ്ട്, ഏതൊരു പെണ്ണും മരണപ്പെടുന്നത് അവളുടെ ഭർത്താവ് അവളെ ഇഷ്ടപ്പെട്ടുകൊണ്ടാണെങ്കിൽ ദഖലത്തിൽ ജന്ന, സ്വർഗമുണ്ട് അവൾക്കെന്ന. പെണ്ണുങ്ങളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. സഹോദരിമാരെ, നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരോടുള്ള ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിക്കുന്നുണ്ടോ? സഹോദരിമാരെ മാത്രം കുറ്റപ്പെടുത്താനല്ല ഇത് പറയുന്നത്, മറിച്ച് വലിയ ഗൗരവമേറിയ വിഷയമാണ്. നമ്മിൽ പല ആളുകളും പറയാറുണ്ട്, ഭാര്യമാർ നിഷേധിക്കുന്നു, തങ്ങളുമായി കിടപ്പറ പങ്കിടാൻ സമ്മതിക്കുന്നില്ല. ഒരു പെണ്ണെങ്ങാനും അവളുടെ ഭർത്താവിനെ ധിക്കരിച്ചുകൊണ്ട് കിടന്നുറങ്ങിയാൽ നേരം പുലരുവോളം അള്ളാഹുവിന്റെ മലക്കുകൾ ശപിച്ചുകൊണ്ടിരിക്കും അവളെ. ഈ ഭാര്യ തന്റെ ഭർത്താവിന്റെ കൈ പിടിച്ചുകൊണ്ട് അങ്ങനോട് മിണ്ടണേ എന്ന് പറയുന്നത് വരെ ആ ശാപം തുടർന്നുകൊണ്ടിരിക്കും. ഞാനിവിടെ ഖുതുബ നടത്തിയിട്ടുണ്ടല്ലോ മലക്കുകളുടെ പ്രാർത്ഥനയെ കുറിച്ച്. നിസ്സാരമാണെന്ന് വിചാരിച്ചോ? ആ മലക്കുകളുടെ ശാപം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമെന്നാണ് ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കുടുംബം എന്ന് പറയുന്നത് സമാധാനത്തിന്റെ കേന്ദ്രമാണ്. തനിക്ക് വേണ്ടി തന്റെ മക്കളെ പോറ്റുന്ന, തനിക്ക് വേണ്ടി വസ്ത്രം മലക്കി തരുന്ന, തന്റെ സമാധാനത്തിന് വേണ്ടി തന്റെ വീടും പരിസരങ്ങളും വൃത്തിയാക്കിക്കൊണ്ട് നടക്കുന്ന ഭാര്യമാരോട് മോശമായി പെരുമാറുന്ന ആണും പെണ്ണും കെട്ട ചില പുരുഷന്മാർ, അവർ മനസ്സിലാക്കുന്നില്ല തന്റെ നാവിന്റെ ഊക്ക് കാരണം തന്റെ കുടുംബത്തിന്റെ സമാധാനമാണ് തകർക്കപ്പെടുന്നത് എന്ന്. ഇതും നമ്മൾ പഠിക്കേണ്ടതാണ്, ചിന്തിക്കേണ്ടതാണ്. തന്റെ ശരീരവും തന്റെ മനസ്സും തന്റെ ഭർത്താവിന് വേണ്ടി മാറ്റിവെച്ച ഒരു പെണ്ണിനോട്
മോശകരമായി അവളുടെ അഭിമാനത്തെ മക്കളുടെയും കുടുംബങ്ങളുടെയും ഒക്കെ മുന്നിൽ വെച്ചുകൊണ്ട് അതിനെ തറപറ്റിക്കുന്ന മോശകരമായി വാക്കുകൾ പറയുന്ന ആളുകളെ, നിങ്ങൾ എന്ത് സംസ്കാരമാണ് ഈ ലോകത്തിന് സമ്മാനിക്കുന്നത്? നിങ്ങളിൽ നിന്ന് എന്ത് മാന്യതയാണ് നിങ്ങളുടെ മക്കൾ പഠിക്കുവാനുള്ളത്? അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാ, സ്വന്തം മക്കൾ സ്വന്തം കുടുംബത്തോട് മാന്യമായി പെരുമാറുന്നവരാണ് നിങ്ങളിൽ ഉത്തമൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ആയിഷ റളിയല്ലാഹു അൻഹയുടെ അരികിൽ വന്നുകൊണ്ട്, അവിടുത്തെ ഭാര്യയായ ആയിഷ ബിയുടെ അരികിൽ വന്നുകൊണ്ട് ചില സഹാബിമാർ ചോദിച്ചു, എന്താണ് അദ്ദേഹത്തിന്റെ സ്വഭാവം? ഞങ്ങളുടെ ഇടയിലേക്ക് നബിയും എല്ലാ നിലയിലും തികഞ്ഞവനാണ്, നിങ്ങളോടുള്ള പെരുമാറ്റം എങ്ങനെയാ? ഒന്നൊന്നര ചോദ്യമാണത്. നമ്മളെ കുറിച്ച് നമ്മുടെ പെണ്ണുങ്ങളോടൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോലെ എന്താ പറയാ? അതൊന്നും ഇപ്പൊ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, 2-3 മക്കളായാലേ സഹിച്ചിറക്കല്ലാതെ ഇങ്ങനെയല്ലേ മറുപടി കിട്ടുള്ളൂ. അള്ളാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് അവിടുത്തെ ഭാര്യമാരോട് ചോദിച്ചപ്പോ അവർ നൽകിയ മറുപടി, കാന ഖുലുഖുഹു വൽ ഖുർആൻ, വിശുദ്ധ ഖുർആനാണ് എന്റെ ഭർത്താവിന്റെ സ്വഭാവം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ സകലമാന മദ്ഹുകളും അദ്ദേഹം തന്റെ കുടുംബത്തിൽ പ്രത്യേകമായി കാത്തു സൂക്ഷിക്കുന്നു. നമുക്ക് വല്ല കാര്യമായ ജോലികളും ഉണ്ടെങ്കിൽ ഭാര്യമാരോട് സംസാരിക്കാൻ സമയം കാണാതെ ജോലിയുടെ ടെൻഷനും പേറിക്കൊണ്ട് നടക്കുന്ന ആളുകൾ തന്റെ കുടുംബത്തെ മറക്കുമ്പോ വീടുകാരിലേക്ക് അണഞ്ഞു ചെല്ലേണ്ടുന്ന സമയങ്ങൾ അതിനുവേണ്ടി മാറ്റിവെക്കാതെ കുടുംബത്തിന് പ്രത്യേകമായി സമയം നമ്മൾ കണക്കാക്കണം. ആ സമയത്ത് നമ്മുടെ ഈ മനുഷ്യനെ പിഴപ്പിക്കുന്ന ഒരുപാട് ഗുണങ്ങളുണ്ടെങ്കിലും ഭാര്യമാരോട് സംസാരിക്കാൻ നമ്മൾ സമയം കണക്കാക്കുന്ന അതിനിടയിൽ നമ്മുടെ മൊബൈലുകൾ മാറ്റിവെച്ചാൽ നമ്മുടെ കുടുംബങ്ങളിൽ ഐക്യമുണ്ടാവും. ഒരു ബെഡിൽ ഒരു മൂലയിൽ ഭാര്യ ഇരിക്കുന്നു, ഒരു മൂലയിൽ ഭർത്താവ് കിടക്കുന്നു, രണ്ടുപേരുടെയും കൈകളിൽ മൊബൈലിൽ തോണ്ടിക്കൊണ്ടിരിക്കുന്നു. രണ്ടാൾക്കും സംസാരിക്കാനൊന്നുമില്ല. ഇപ്പൊ എന്താ പറയാനെന്നാ? ഒന്നും പറയാനില്ല. സംസാരങ്ങൾ നമ്മിൽ നിന്ന് അകന്നതാണ് നമ്മുടെ മനസ്സുകൾ അകലാൻ കാരണം. സത്യമല്ലേ ഇത്? നമുക്ക് നമ്മുടെ ഭാര്യമാരോടൊന്നും പറയാനില്ല. അവർക്ക് വീടുകളിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ നിരത്താനുണ്ടാവും. ഒരു പക്ഷേ നിസ്സാരമായ വിഷയത്തിന്റെ പേരിൽ നമ്മുടെ ഉമ്മ അവരെ ശകാരിച്ചിട്ടുണ്ടാവും. ആ പരാതിയും സങ്കടങ്ങളും അവർക്ക് പറയാനുള്ളത് നമ്മോടാണ്. അത് കേൾക്കുമ്പോൾ നമ്മൾ എന്താ പറയേണ്ടത്? നിന്റെ അമ്മേനെ സഹിച്ചടാ, കേട്ടടാ, അതാണോ പറയേണ്ടത്? അവിടെ നമ്മൾ ഇരുമുഖം കാണിക്കേണ്ടി വരും. ഭാര്യയെ സമാധാനിപ്പിക്കുന്ന വാക്കുകൾ പറയണം. അതുപോലെ തന്നെ ഉമ്മയെ വെറുപ്പിക്കുന്ന വാക്കുകൾ പറയാൻ പാടില്ല. ഇതൊക്കെ ബുദ്ധിമാനായ ഒരു മനുഷ്യനിൽ ഉണ്ടാവേണ്ടതാണ്. ഇതൊക്കെ ഒരു കുടുംബത്തിന്റെ ഐക്യമാണ്, സമാധാനമാണ്. അപ്പോഴാണ് നമ്മുടെ വീടുകളുടെ ശാന്തി ഭവനമാവുക. നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ഭാര്യമാർ നമുക്ക് സമാധാനമുള്ള കേന്ദ്രമാവുക. ഭാര്യമാർക്ക് നമ്മളും ആശ്വാസത്തിന്റെ കേന്ദ്രമാവുക എന്നുള്ളതാണ്. ഇത് ലഭിക്കാൻ വേണ്ടിയാണ് ഇസ്ലാം വിവാഹം നിശ്ചയിച്ചിട്ടുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, യുവാക്കളായി ഞങ്ങളെ ചൂണ്ടിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ പറയുകയുണ്ടായി, ഖാല ലനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ മഅശറ അശ്ശബാബ് മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത്ത് ഫൽയതസവ്വജ്. യുവാക്കളെ, അത് യുവതികൾക്കും ബാധകമാണ് കേട്ടോ. യുവാക്കളും യുവതികളും ഒക്കെ ഒരുപോലെ തന്നെയാണ്. നിങ്ങളിൽ വിവാഹത്തിന് ശേഷിയുള്ള ആളുകൾ അവൻ വിവാഹം കഴിക്കട്ടെ. ശേഷി എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? സാമ്പത്തികം, മാനസികം, ശാരീരികം. ഇത് മൂന്നും ഒരു മനുഷ്യൻ ഇണങ്ങിക്കഴിഞ്ഞാൽ, ഒരു ഇണയെ പോറ്റി വളർത്താനുള്ള അവസ്ഥ ഒരുവനുണ്ടായാൽ വിവാഹം കഴിക്കണമെന്നാണ്. എന്തുകൊണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ്. അവന്റെ കണ്ണുകൾ താഴ്ത്താൻ, അന്യ സ്ത്രീ പുരുഷന്മാരിലേക്ക് അവരുടെ നോട്ടങ്ങൾ ചെല്ലാതിരിക്കാൻ, അതുപോലെ തന്നെ അവരുടെ ലൈംഗികാവയവങ്ങളെ സൂക്ഷിക്കുവാനുമുള്ള ഏറ്റവും നല്ല ഉപാധിയാണത് എന്ന് ഈ ഒരു ഹദീസ് വെച്ച് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ പറയാൻ കഴിയും. ഇപ്പോ നമ്മുടെ നാടുകളിലൊക്കെ വിവാഹത്തിന്റെ പ്രായമായിട്ടും കല്യാണം കഴിക്കാൻ തയ്യാറുള്ള സാമ്പത്തികമായും മാനസികമായും ശാരീരികമായും ആയിട്ടുള്ള ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. പക്ഷേ ഇതേ പൊസിഷനിൽ നിൽക്കുന്ന പ്രായമുണ്ട്, സാമ്പത്തിക സുസ്ഥിതിയുണ്ട്, മാനസികമായുണ്ട്. പക്ഷേ പെൺകുട്ടികൾ പറയുന്നത് ഞങ്ങൾക്ക് കല്യാണം വേണ്ട. പുതിയ ട്രെൻഡാണ് അത്രേ അത്. സഹോദരിമാരെ, നിങ്ങൾ മനസ്സിലാക്കണം,
അള്ളാഹുവിന്റെ റസൂലിന്റെ സന്നിധിയിൽ വന്നുകൊണ്ട് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത രീതി പഠിക്കാൻ വേണ്ടി 3 സഹാബിമാർ വന്ന സംഭവം വിശുദ്ധ ഹദീസുകൾ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ സംബന്ധിച്ച് പഠിച്ച് മനസ്സിലാക്കി അവരിൽ പല ആളുകളും ഈ 3 ആളുകൾ തിരിച്ചുപോയി. അവരിൽ പറഞ്ഞൊരു മനുഷ്യൻ, ഞാൻ ഇനി കല്യാണം കഴിക്കൂല, എപ്പോഴും ഇബാദത്ത് എടുക്കാൻ. നമ്മുടെ കുട്ടികളെ കൊണ്ടിട്ട് പിന്നെ കല്യാണം കഴിക്കണില്ല എന്ന് പറയുന്ന ഇബാദത്ത് എടുക്കാനല്ല കേട്ടോ, ഓരോ അടിച്ചുപൊളി ജീവിതത്തിന് വേണ്ടിയാ. അതൊരു കെട്ടിയിടലാണ്. അതുകൊണ്ട് സ്വതന്ത്രമായി മൈ ലൈഫ് ഈസ് മൈ ചോയ്സ്, ഇതാണ് അത്ര പുതിയ ട്രെൻഡ് വാക്ക്. എന്റെ ഇഷ്ടം, ഞാൻ എനിക്ക് സമയം തോന്നുകയാണെങ്കിൽ അതിന് മെനക്കണം, ഇല്ലെങ്കിൽ വേണ്ട. പുതിയ ചില ചിന്താഗതികൾ നമ്മുടെ സഹോദരിമാരുടെ തലകളിലേക്ക് ലിബറൽ ചിന്താഗതികൾ വെച്ചു പുലർത്തുന്ന ദുഷ്ടന്മാരായ പൈശാചിക സന്തതികൾ വെച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ശാരീരിക ആവശ്യമാണോ? എന്തെല്ലാം മാർഗങ്ങൾ ഇന്ന് അത്യാധുനിക കാലഘട്ടങ്ങളിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന്റെ അവന്റെ ശാരീരിക ആവശ്യം, അവന്റെ സെക്സ് പൂർത്തീകരണത്തിനുള്ള മാർഗങ്ങളുണ്ട്. ഒരു ഭർത്താവിന്റെ കൂടെ ജീവിക്കണമെന്നൊന്നുമില്ല. ഇതൊക്കെ പഠിപ്പിക്കുന്ന പുതിയ ചിന്താഗതിയുള്ള ആളുകൾ നമ്മുടെ കോളേജുകളും കലാലയങ്ങളും ഇത്തരം ചിന്താഗതികൾ വെച്ച് പുലർത്തിക്കൊണ്ട് മനുഷ്യരുടെ മസ്തിഷ്കങ്ങളെ അവരെ നിർമ്മാർജ്ജനം ചെയ്യുന്ന, അവരെ അധപ്പതനത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന തരത്തിലുള്ള ആ ഒരു ചിന്താഗതികൾ വെച്ച് പുലർത്തുന്ന ആളുകൾ ലക്ഷ്യം വെക്കുന്നത് എന്താണ്? ഒരു നല്ല സമൂഹത്തെ വാർത്തെടുക്കുവാനുള്ള ഉത്തരവാദിത്വം മാനവരാശിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചതിനെ അതിന്റെ കടക്കൽ കത്തിവെക്കുക എന്നുള്ളതാണ്. കല്യാണം വേണ്ട എന്ന് പറയുന്ന ആളുകളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സഹാബിയോട് അയാളെ പറഞ്ഞത് ഇബാദത്തിന് വേണ്ടി മാറ്റിവെച്ചു എന്ന് പറഞ്ഞപ്പോൾ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ വിളിച്ചു, തന്റെ വീട്ടിലേക്ക് തിരിച്ചു വിളിച്ചു. എന്നിട്ട് അവിടുന്ന് അവരോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഞാന് വിവാഹം കഴിച്ചിട്ടുണ്ട്, എനിക്ക് മക്കളുമുണ്ട്, ഞാൻ രാത്രി നമസ്കരിക്കാറുണ്ട്, കിടന്നുറങ്ങാറുണ്ട്, പകലുകളിൽ നോമ്പ് നോൽക്കാറുണ്ട്, നോമ്പ് ഒഴിവാക്കാറുണ്ട്. സുന്നത്ത് നോമ്പിന്റെ കാര്യമാണ് ഈ പറയുന്നത്. ഇതാണ് എന്റെ ചര്യ. ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി. ഈ വാക്കുകൾ ഗൗരവത്തിലാണ് ഞാൻ നിങ്ങൾ എടുക്കേണ്ടത്. എന്റെ ചര്യ ഒരു കുടുംബ ജീവിതം നയിക്കുന്നതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബത്തിനെ പഠിപ്പിച്ചു. എന്റെ ചര്യക്ക് വിരുദ്ധമായി നിങ്ങളിൽ ആരെങ്കിലും നീങ്ങുന്നുവെങ്കിൽ അവന്റെ സ്ഥാനം ഇസ്ലാമിന്റെ പുറത്താണ്. പേര് ഖദീജയോ റംലയോ ആയിഷയോ ഒന്നുമായിട്ട് കാര്യമില്ല, ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ കുലത്തിന്റെ അഭിമാനമായി കൊണ്ടാണ് സഹോദരിമാർക്ക് വിവാഹം കഴിക്കുവാനും പ്രസവിക്കുവാനും കുഞ്ഞുങ്ങളെ വളർത്തുവാനും കുടുംബം പരിപാലിക്കുവാനും ഒക്കെയുള്ള ആ ഒരു അവസ്ഥയിൽ അവരെ ശ്രദ്ധിച്ചിട്ടുള്ളത്. എന്ത് കണക്കാക്കിയിട്ടാണ് സഹോദരന്മാരെ ഈ ഒരു ധിക്കാരപരമായ നീക്കങ്ങളിലേക്ക് നിങ്ങളുടെ മനസ്സുകൾ പോകുന്നത് എന്നുള്ളത് നമ്മൾക്ക് ഗൗരവത്തിലെടുക്കേണ്ടതാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തുകൾ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ കുടുംബത്തിൽ സന്തോഷമുണ്ട്. മാതാപിതാക്കൾക്ക് മക്കളെ കല്യാണം കഴിപ്പിക്കണമെന്നുണ്ട്, പക്ഷെ കുട്ടി സമ്മതിക്കണില്ല, പെണ്ണുകൾ സമ്മതിക്കണില്ല. പഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പഠിക്കണ്ട എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? വിവാഹം പഠനത്തിനൊരു തടസ്സമാണോ? അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യയായതിനു ശേഷമാണ് ആയിഷ റളിയല്ലാഹു അൻഹ ഒരു പ്രവാചകന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൽ ബൈഅത്ത് ചെയ്തിട്ടുള്ള സകലമാന സഹാബിമാരെയും വിളിച്ചു കൂട്ടിയിട്ട് ആ സഹാബിമാരോട് പറഞ്ഞത്, മതപരമായി എന്ത് സംശയമുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇവളോട് ചോദിക്കാം. എന്റെ ഭാര്യ ആയിഷ ആ വിഷയത്തിൽ അഗ്രഗണ്യാണ് എന്ന് ഈ ലോകത്തിനോട് വിളിച്ചു പറഞ്ഞ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ഭാര്യമാരിലാണ് ഈ ദീനിൽ പഠിപ്പിക്കാൻ ലോകത്തിന് മാതൃക കാണിച്ചു തന്നത്. പഠനത്തിന് വിവാഹം ഒരു തടസ്സമല്ല. എത്ര ആളുകളുണ്ട് മക്കളായതിനു ശേഷവും BA-യും B.Ed-ഉം ഒക്കെ എടുത്ത ആളുകൾ. ഭർത്താവിന്റെ കൂടെ ഹെൽപ്പ് നിങ്ങൾക്ക് ഉണ്ടാവില്ലേ? ആ ഒരു ചിന്താഗതിയാണ്. ഒരു കുടുംബ ജീവിതം മനുഷ്യന്റെ മനസ്സിന് സമാധാനമാണ്. ശാരീരിക ആവശ്യങ്ങൾ അത് മനുഷ്യരിൽ നിക്ഷിപ്തമാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ സുന്നത്തിൽ നിന്ന് അകലാതെ അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തുകൾ ജീവിതത്തിൽ മുറുകെ പിടിക്കുന്നവരായി തീരാനാണ് ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ഈ സന്ദർഭത്തിൽ ഉണർത്തുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ദീനിനെ സംബന്ധിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.